ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചാവക്കാട് ബീച്ച് കാണാൻ പോവാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബീച്ച് കാണാതെ പോകുന്നത് ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ബീച്ച് കാണാൻ പോവാണ്. ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ എബിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാരണം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആരാണ് എക്സൈറ്റഡ് ആവാത്തത്. അങ്ങനെ ഇന്ന് പപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല. പപ്പായ്ക്ക് കച്ചവടത്തിന് പോകണമായിരുന്നു. അതുകൊണ്ട് പപ്പ ഇന്ന് ബീച്ച് കാണാൻ വന്നിട്ടില്ല. ഇന്ന് മെയിനായിട്ട് ബീച്ച് കാണാൻ വരാൻ ഒരു കാരണമുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇച്ചായൻ്റെ അടുത്ത് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറില്ല. അങ്ങനെ മമ്മിക്കാണെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇച്ചായനും മമ്മിയും കൂടി കയറിക്കോ, ഞാൻ കുട്ടികളെ നോക്കി അവിടെ നിന്നോളാം. അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ടെന്ന്. അങ്ങനെ എപ്പോഴാണ് ഞാൻ ഇച്ചായനോട് പറഞ്ഞത് സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ ഞാനുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇച്ചായനും മമ്മിയും കൂടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറിക്കോ, ഞാനും ഇച്ചായനും കൂടി പിന്നെ സ്പീഡ് ബോട്ടിലേക്ക് കയറാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇച്ചായനാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോയി. ഒരാൾക്ക് 400 റുപ്പീസാണ്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ സ്പീഡ് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പം ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ അവർ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളാണെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ത്രില്ലടിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് നോക്കിയപ്പം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത്. അപ്പം ഞാൻ ഇച്ചായനോട് ചോദിച്ചു, സ്റ്റാഫിനോട് ആരെങ്കിലും ചോദിക്കുക എവിടെയാണ് ഈ ബോട്ട് സർവീസിൻ്റെ എങ്ങനെയാണ് കയറുന്നത്, എവിടെയാണ് എൻട്രി കയറുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ ചോദിച്ചപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഞങ്ങൾക്ക് അറിഞ്ഞത്. നമ്മൾ ഈ സ്പീഡ് ബോട്ടിലേക്ക് കയറണമെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ നടന്ന് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എൻഡ് എത്തിയിട്ട് അവിടെ നിന്നാണ് സ്പീഡ് ബോട്ടിലേക്ക് കയറുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ട് എൻ്റെ തലയിൽ കൂടെ കിളി പറക്കാൻ തുടങ്ങി ഗൈസ്. ഇത് കേട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇച്ചായനോട് പറഞ്ഞല്ലേ ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറില്ല എന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ പാവം ഗൈസ്, ഇച്ചായനും അവിടെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇച്ചായനും പറഞ്ഞത് ഇതിൽ കൂടെ നടന്നാലേ ഉള്ളൂ നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്ന്. ഇനി എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ എവിടുന്നൊക്കെയോ ഞാൻ ധൈര്യമൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനും ഇച്ചായനും കൂടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പം കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നടക്കുമ്പോൾ നമ്മൾ സെൻറ്റർ പിടിച്ച് നടക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാനാണെങ്കിൽ ആ കയറെ പിടിച്ചായിരുന്നു നടക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കയറെ പിടിച്ച് നടക്കരുത്, നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീഴും. അവിടെ തന്നെ ഒരു സ്റ്റാഫ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ പോകുമ്പോൾ ചേട്ടനും കൂടി ഞങ്ങളുടെ കൂടെ വരില്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു. പകുതി ദൂരം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ചേട്ടനെ കാണുന്നില്ല. എനിക്ക് പേടിയായിട്ട് വയ്യ. പിന്നെ ഞാനും ഇച്ചായനും എങ്ങനെയൊക്കെയോ കൈ പിടിച്ചിട്ട് എന്തായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എൻഡിലേക്ക് എത്തി. അങ്ങനെ അവിടുത്തെ ഒരു ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്ത് തന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ എൻ്റെ ഫേസ് കണ്ടാൽ നന്നായി മനസ്സിലാകും എത്രത്തോളം പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ സ്പീഡ് ബോട്ട് വന്നു. സ്പീഡ് ബോട്ടിലേക്ക് ഞങ്ങൾ കയറി. രണ്ട് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സ്പീഡ് ബോട്ടിൽ കയറിയിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പിന്നെ ഭയങ്കര പേടിയുള്ളൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു ഇതിൽ കയറിയപ്പോൾ. സ്പീഡ് ബോട്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്പീഡാണല്ലോ മെയിൻ ഹൈലൈറ്റ്. അതിൻ്റെ ഈ സ്പീഡിൽ വന്നിട്ട് ഈ വേവ്സിനെ ഇടിക്കുമ്പോൾ നമ്മളൊന്ന് പൊങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇടയ്ക്ക് ബോട്ട് ഈ സ്പീഡിലേക്ക് വെള്ളത്തിൽ പോകുമ്പം ബോട്ട് ഇങ്ങനെ ചരിയുന്നുണ്ടായിരുന്നു. അപ്പം വെള്ളം മൊത്തം ഞങ്ങളുടെ മുഖത്തേക്ക് അടിക്കുകയായിരുന്നു. ഞാനും ഇച്ചായനും ഫുള്ളും നനഞ്ഞു. എന്തായാലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പേടിച്ചൊരു വഴിയായി. അയ്യോ ഗ്യാസൊക്കെ വന്ന് പേടിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോൾ മമ്മി പേടിച്ചിട്ടിരിക്കുകയായിരുന്നു. അതെന്താണെന്നറിയോ, ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് നടന്നു വന്നുകൊണ്ടിരുന്നപ്പം ഒരു വലിയ വേവ് ആണെങ്കിൽ വന്നു. വേവ് വന്നപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടി നല്ല ഹൈറ്റിലാണ് ഞങ്ങൾ പോയപ്പം എൻ്റെ ചെരുപ്പാണെങ്കിൽ ട്വിസ്റ്റായി കഴിഞ്ഞു. ഇച്ചായനാണെങ്കിൽ മുട്ടുകുത്തിയാണ് വീണത്. അമ്മി നോക്കിയപ്പം ഒരു ചേട്ടനും ഇച്ചായനും കൂടി എൻ്റെ കൈ പിടിച്ചിട്ടാണ് എന്നെ കരയിലേക്ക് കൊണ്ടുവരുന്ന കണ്ടു. അപ്പം മമ്മി വിചാരിച്ചു എനിക്ക് തല കറങ്ങി ഞാൻ വീണ് കാണും. അങ്ങനെ മമ്മി ആകെ പേടിച്ചു പോയി. ആക്ച്വലി മമ്മി ആയിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനിരുന്ന ആള്. എന്നിട്ട് ഇച്ചായൻ ചോദിച്ചു മമ്മിക്ക് ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറണോ? മമ്മി പറഞ്ഞു നിങ്ങളുടെ അഭ്യാസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് കയറണമെന്ന് ആഗ്രഹമേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് കുട്ടികളെ രണ്ടുപേരെയും വെള്ളത്തിലോട്ട് ഇറക്കിയത്. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞിട്ട് രണ്ടുപേരും കയറാൻ റെഡിയേ അല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പം എബിക്കുട്ടന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു.
എനിക്ക് ചെറുതായിട്ട് കോൾഡ് ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫ്രഷൊക്കെ ആയി ഡ്രസ്സുമൊക്കെ ആകെ മണലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇച്ചായൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വേളാങ്കണ്ണി പോയപ്പോഴായിരുന്നു അവരുടെ ഹൗസ് വാമിങ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവരുടെ വീട് കാണാൻ വേണ്ടി പോവുകയാണ്. പപ്പ ആണെങ്കിൽ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ മിന്നു ഇന്ന് അവരുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി വീടായിരുന്നു. മിന്നു പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.